ഹലോ ഗായ്സ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ടാണ്. ഒരു IoT ബേസ്ഡ് പ്രൊജക്റ്റാണ്. IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇപ്പോൾ നിങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് വിചാരിക്കുക, വേറൊരു രാജ്യത്തേക്ക്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഒരു ഫാൻ ഓൺ ആക്കിയിട്ടിട്ടായിരിക്കും പോയത്, ചിലപ്പോൾ ഒരു AC ഓൺ ആക്കിയിട്ടിട്ടായിരിക്കും പോയത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് വരണതല്ലാണ്ട്. അപ്പോൾ ഒരു IoT ബേസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു AC ഇപ്പോൾ മോഡേൺ ആയിട്ട് തന്നെ AC-കളിൽ ഇപ്പോൾ എല്ലാത്തിലും തന്നെ ഉണ്ട് ഒരു വൈഫൈ മോഡ്യൂൾ. പിന്നെ നിങ്ങളുടെ ഹോമിൽ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, പിന്നെ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഫോൺ വെച്ച് ഇത് ഓഫ് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പറ്റും. അപ്പോൾ അതിനാണ് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിവൈസാണ്. 4 LED, ഒരു കാറിൻ്റെ ഹൂട്ടർ, അത് പോർട്ടബിൾ ആക്കാൻ വേണ്ടി ഒരു പഴയ ബാറ്ററി ബാങ്ക്, അത്രേ ഉള്ളൂ ഞാൻ ഇതിൽ. പിന്നെ സോഫ്റ്റ്വെയറിൽ വരുന്നത് ഒരു ആപ്പ് ഉണ്ട്, IoT ആപ്പ്, അതെ, അബീസ് LED കൺട്രോൾ. പിന്നെ ഇതിലുമായിട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കണ ESP32, അതിൽ വൈഫൈ മോഡ്യൂളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൽ ഓത്തൻറ്റിഫിക്കേഷൻ കോഡ്, അതും നമ്മൾ കോഡിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഈ ഒരു പ്രൊജക്റ്റും ഈ ഒരു ഡിവൈസുമായിട്ട് തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡായി. അപ്പോൾ എൻ്റെ വൈഫൈ ആയിട്ട് കണക്റ്റഡ്, എൻ്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു ബട്ടൺ നോക്കിയപ്പോൾ LED ഓണായി, LED 2, LED 3, LED 4, ഇത് ഓഫാക്കാനും പറ്റും. പിന്നെ ഈ ഹൂട്ടർ, അത് ഞാൻ ഈ ബട്ടൺ വെച്ച് ഓണാക്കാം. ജസ്റ്റ് ആ കാറിൻ്റെ ഒരു അലാറമാണ്. ഇതാണ് ഞാൻ ഉപയോഗിച്ച ഒരു പഴയ ബാറ്ററി ബാങ്ക്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.